സ്വപ്നം കണ്ടതെല്ലാം ഉള്ളക്കൈയിൽ തൂകി സ്നേഹം നോൽക്കും നാട് സ്വർഗം തന്നിലേ പൊന്നിൻ കാണിക്കുന്ന അടിമൂടി പൂത്തൊരുങ്ങും ചന്തം മീനും കാണും മിന്നൽ കൂടിയാറിവളെ കനവിലോ കുളിരുമാ വിരിയുമേ മുഖമിനെ മഷി തൊടാ മിഴിയിലോ പരലുകൾ കിടയവേ അരുണമാ കവിളിലോ പുലരിയോ ശലഭമോ നടകളോ നദികള ഒഴുകിയോ ഈ വേദിയിലേക്ക് നടന്നു വരാൻ ഈ പാട്ട് ഞാൻ പാടിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ഇവൻറ്റിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. ഈ സത്യത്തിൽ ഞാൻ പാടാൻ വന്ന പാട്ട് പാടാൻ എനിക്ക് ഒരാളുടെയും കൂടി സഹായം ആവശ്യമുണ്ട്. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ഞാൻ ജാസ്മിനെ ഒന്ന് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുലഞ്ഞു. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ തുള്ളികളായി കണ്ട നേരം കൊണ്ടലായി കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴക് എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴക് എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. ഈറൻമൂടി കൊതിയൊരുങ്ങി വെണ്ണിലാ ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ്. രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലിളം കാറ്റ് കണ്ണാടിപ്പുഴയിലെ പൂന്തിരകൾ. നാമല്ലോ തീരത്തെ ഓളങ്ങൾ തീരാത്ത ദാഹത്തിൽ താളങ്ങൾ പാരതിൽ നാം പോയിടാം.
ആദ്യാനുഭൂതികളിൽ ഞാൻ ഒഴുകി. ഞാനില്ല നീയില്ല നമ്മളെല്ലാം ഓരോരോ രാവുകളും മോഹനമായി നാം ഒഴുകി സ്നേഹമായി മിന്നൽ മഴ കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ മഴ കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാ എത്തുകില്ല മാറിവില്ലാണു നീ. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തിയ 1000 താരകൾ പൂത്തുലഞ്ഞു. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും തോരാനായി തൊട്ടപ്പോൾ ആത്മാവിൽ തേനിറങ്ങി പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി കൊണ്ടലിൽ മിന്നലായി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. What a song! ഈ അടുത്തിറങ്ങിയ വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സ്. സിത്തുവിന് ഒരു ഉഗ്ര കൈയടി എല്ലാരും ചേർന്ന് കൊടുത്തേ. ജാസിം, നീ പോലെ എന്ത് ഗംഭീരമായിട്ടാ പാടിയത് അത്. Big round of applause for Jasim as well, everyone. സിത്തുവിനെ ഞാനൊന്ന് സ്റ്റേ ബാക്ക് ചെയ്തെന്നറിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോമാണ് ഒരു വൈഫാണ്. അപ്പോ ഈ ഒരു ആപ്പ് കണ്ടല്ലോ, അത് എങ്ങനെയാണ് ശരിക്കും വീട്ടമ്മമാർക്കൊക്കെ എത്രത്തോളം ഉപകാരപ്പെടുന്നു എന്നുള്ളത് മനസ്സിലായല്ലോ. ഉറപ്പായിട്ടും. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അല്ല, എനിക്കിത് ഭയങ്കര സാധാരണ ഇങ്ങനത്തെ ഇനോഗ്രേഷൻസോ അങ്ങനെയൊക്കെ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഇവൻറ്റിന് വരാൻ ഞാൻ അങ്ങനെ പോകാറില്ല. ഇത് കണ്ടപ്പോൾ ഇത്രയും നോബിൾ ആയിട്ടുള്ള തോട്ട്. ദിൽഷാദിനും വൈഫിനും ഈ പൈസ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം, വേറെ എന്ത് ബിസിനസ്സും ചെയ്യാം. പക്ഷേ ഇത് ഇവിടെ ഇരിക്കുന്ന വീട്ടമ്മമാർ കുറേ പേരുണ്ടായിരിക്കുമല്ലോ, അത് അവർക്ക് മാത്രം എപ്പോഴെങ്കിലുമൊക്കെ ലൈഫിൽ ഏതെങ്കിലുമൊക്കെ ഒരു മൊമെൻറ്റിൽ തോന്നിയിട്ടുണ്ടാവും. ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു സ്വന്തമായിട്ടൊരു സാധനം മേടിക്കണമെങ്കിൽ നമ്മളുടേതായിട്ടുള്ളൊരു പൈസ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആരോടും ഒരു കണക്ക് പറയേണ്ടാത്തൊരവസ്ഥ, അത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്ന് പോലും അറിയില്ല. അപ്പോൾ അതൊരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണത്. അത് അവരെ ഹാപ്പിയറാക്കും, അത് ഫാമിലീനെ കുറേ കൂടി സന്തോഷമുള്ളതാക്കും, കുറേ കൂടി അവർ കോൺഫിഡൻ്റ് ആയിരിക്കും. അപ്പം ഒരുപാട് കുടുംബങ്ങളിലേക്ക് സന്തോഷം സ്പ്രെഡ് ചെയ്യാനുള്ളൊരു ഒരു കാരണമായിട്ട് മോംസ് ആൻഡ് വൈഫ്സ് മാറട്ടെ. ഞാൻ സിൻസിയറായിട്ട് വളരെ ഒരു അമ്മ എന്നുള്ള നിലയിലും വൈഫ് എന്നുള്ള നിലയിലും സ്ത്രീ എന്നുള്ള നിലയിലും അത്രയും നല്ല വിശ്വാസം അവർക്ക് കൊടുക്കാൻ. Absolutely.